സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് കൊല്ലം റൂറൽ ജില്ലാതല സഹവാസ ക്യാമ്പിന് തുടക്കമായി. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ആവണിശ്വരം APPM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 46 സ്കൂളുകളിൽ നിന്നായി 157 ആൺകുട്ടികളും 157 പെൺകുട്ടികളുമാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. അച്ചടക്കം, സാമൂഹിക പ്രതിബദ്ധത, ശാരീരികവും മാനസികവുമായ വികാസം ഇതായിരിക്കും ക്യാമ്പിന്റെ പ്രധാന ലക്ഷ്യം. ക്യാമ്പ് കഴിയുന്നതോടെ ഓരോ കേഡറ്റുകളും സമൂഹത്തിന് മാതൃകയാവുന്ന നിലയിലേക്ക് വാർത്തെടുക്കാൻ കഴിയുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ഇൻഡോർ ക്ലാസുകൾ, ശാരീരികക്ഷമതാ ക്ലാസുകൾ, പ്രത്യേക പരിശീലന കളരികൾ എന്നിവ ക്യാമ്പിന്റെ പ്രത്യേകതയായിരിക്കും. കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തെക്കുറിച്ച് മുൻ നോഡൽ ഓഫീസർ KG ബാബു ക്ലാസ് നയിക്കും. മോട്ടിവേഷൻ ക്ലാസുകൾ പത്തനാപുരം CI ബിജുവാണ് നിർവഹിക്കുന്നത്. ഫയർഫോഴ്സ് ഓഫീസേഴ്സ് പ്രത്യേക ക്ലാസുകളും നൽകും. ആവണിശ്വരം APPM സ്കൂളിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ R പത്മഗിരീഷ് അധ്യക്ഷത വഹിച്ചു. കുന്നിക്കോട് SHO KG ഗോപകുമാർ സ്വാഗതം പറഞ്ഞു. കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി സാബു K മാത്യു IPS ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം SPCയുടെ ഒരു ക്യാമ്പ് വീണ്ടും വരുന്നു, എല്ലാ വർഷവും ഉള്ളതാണ്. പക്ഷേ ഈ ക്യാമ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളിലൊരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. SPCയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയാണ് SPC. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സംവിധാനം കേരളത്തിൽ വന്നു. വളരെയധികം സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി. ഇതിൽ നമ്മൾ വളരെ അഭിമാനം കൊള്ളുന്നു. കേരള പോലീസ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ, വളർന്നു വരുന്ന യുവതലമുറയെ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ, നമ്മുടെ സമൂഹത്തെ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ വളരെ വലിയൊരു പങ്കാണ് SPC നിർവഹിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ഈ ട്രെയിനിങ്, നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഡിസിപ്ലിൻഡ് ലൈഫ്, അത് ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നേടുന്നത് മാത്രമല്ല, നിങ്ങളെ കണ്ട് ഒത്തിരി കുട്ടികൾ SPC കേഡറ്റ്സ് ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി കുട്ടികൾ പുറത്തു നിൽപ്പുണ്ട്. പല സ്കൂളുകൾ ഇപ്പോൾ ആവശ്യപ്പെട്ടുണ്ട് അവരുടെ സ്കൂളിൽ SPC സംവിധാനം വേണം. അതിനെന്ത് വിട്ടുവീഴ്ച അവർ ചെയ്യും, സാമ്പത്തികമായിട്ട് മുടക്കും, എന്ത് വിട്ടുവീഴ്ച അവർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വളരെയധികം ഡിമാൻഡ് SPC സംവിധാനം തുടങ്ങാനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഇത് കണ്ടിട്ട് വളരെ അഭിമാനത്തോടെ, ഞങ്ങൾ പല കോഴ്സുകൾക്കും പല മീറ്റിങ്ങുകൾക്കൊക്കെ ഔട്ട്സൈഡ് കേരള പോകാറുണ്ട്. അവിടെ എല്ലാം പറയുന്നത് കേരള പോലീസ് ആദ്യം ചോദിക്കുക SPCയെക്കുറിച്ചാണ്, ഈ സംവിധാനത്തെക്കുറിച്ചാണ്. അപ്പോൾ പല സ്റ്റേറ്റുകളിലും SPC സംവിധാനം, ആ ഒരു പദ്ധതി നടപ്പാക്കി തുടങ്ങി. നമുക്കറിയാം നമ്മുടെ രാജ്യം വളരെ വേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഒരു കൊച്ചു രാജ്യമായൊരു ജപ്പാൻ 2ാം ലോക മഹായുദ്ധത്തിൽ തകർന്നടിച്ച് തരിപ്പണമായ ഒരു രാജ്യം. അതിനുശേഷം 10-60 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് ഒരു 2000-ലൊക്കെ നോക്കുമ്പോൾ ലോകത്തിൽ നമ്പർ 1 ശക്തിയായി മാറിയവർ. അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനാണ്. അച്ചടക്കത്തോടുള്ള ജനങ്ങളുടെ ഒരു മൂവ്മെൻ്റാണ് ആ രാജ്യത്ത് ലോകത്തിന് നിറയിലെത്തിച്ചത്. നമ്മുടെ രാജ്യം ഇപ്പം വളരെ വേഗം മുമ്പോട്ട് പോകുന്നു. അവിടെ വേണ്ടത് അച്ചടക്കമുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തെയാണ്. ആ ഒരു സമൂഹമാണ് നിങ്ങൾ, അച്ചടക്കമുള്ളൊരു സമൂഹം. കുട്ടികളായ നിങ്ങളോട് എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ. 3 കാര്യങ്ങളാണ് ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ മന്ത്രമായിട്ട് കാത്തു സൂക്ഷിക്കേണ്ടത്. 1 ഡിസിപ്ലിൻ, അച്ചടക്കം. 2 ഡിറ്റർമിനേഷൻ, നേടും എന്ന വാശി. എന്തും നമ്മൾ നേടും, നമ്മൾ ആഗ്രഹിക്കുന്ന നേടുമെന്നൊരു വാശി. 3 ഹാർഡ് വർക്ക്. ഡിസിപ്ലിൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഹാർഡ് വർക്ക്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 3 പ്രിൻസിപ്പിൾസ് എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. DCRP DYSP റജി എബ്രഹാം, പുനലൂർ DYSP VS പ്രദീപ് കുമാർ, വാർഡ് മെമ്പർ ലീന സുരേഷ്, PTA പ്രസിഡന്റ് A നവാബ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മീര R നായർ, HM B ശ്രീകല, SPC കൊല്ലം റൂറൽ നോഡൽ ഓഫീസർ KS വിജയകുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. SPCയിൽ 10 വർഷം സേവനം പൂർത്തിയാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരെയും അധ്യാപകരെയും APPM സ്കൂൾ മാനേജർ R പത്മഗിരീഷിനെയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്.